ഹലോ ഗായ്സ്, GTA 5 പുതിയ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാം നമ്മുടെ GTA 5 ഒരു കിഡിലും വീഡിയോ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഒരു സൂപ്പർ കാർ മോഷ്ടിക്കണത്. ഇന്നും അതുപോലത്തെ ഒരു വീഡിയോ ഒക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ കാറിന് സ്പീഡ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ല, അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ മേസ് ബാങ്ക് എന്ന് പറയുമ്പോൾ ആ ബാങ്കിൻ്റെ അവിടെ ആയിട്ട് ഏതോ ഒരു റിച്ച് കാരൻ എന്തോ ഒരു കാറ് കൊടുത്തിട്ടാണ് ട്രേസ് പറയണത്. നമ്മളത് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എങ്ങാണ്ടാണ് ഇതാ മേസ് ബാങ്ക് ഇവിടെ നോക്കിയാൽ കാണാം ട്രേസ്. ഒറ്റ സെക്കൻഡ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ മേലിൽ ആരോ കാറ് സൂക്ഷിക്കാൻ കൊടുത്തിട്ടാണ് പറയണത്, ഏറ്റവും ടോപ്പിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തണം കേട്ടോ ഗൈസ്. ഞാൻ ഫോണിൽ കാണിച്ചു തരാം കേട്ടോ. ട്രവർ എന്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ ഈ റിച്ച് മാനൊക്കെ അറിയാം കേട്ടോ ഗൈസ്. ഇവിടെ വെച്ച് പോയാൽ ആരെങ്കിലും അടിച്ചു മാറ്റുന്ന അറിയാവുന്ന ബാങ്കിൽ കൊടുത്തത്. പക്ഷെ നമ്മൾ ബാങ്കല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ നമ്മളത് എടുത്തിട്ടാണ് ഈ സ്കൂളിലും. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല കേട്ടോ ഗൈസ്. ഇവിടെ നോക്കിയിട്ടൊന്നും കാണാനൊന്നുമില്ല. അവിടെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഗൈസ്. ആ ലെയറിൻ്റെ അവിടെയായിട്ടാണ് ആൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അവിടേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം കേട്ടോ ഗൈസ്. മേസ് ബാങ്കിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് എങ്ങനെയെങ്കിലും കോണി ഒന്നും ഉണ്ടാവില്ല. കോണി കയറി എത്തുമ്പോൾ നാളെ കേട്ടോ ഗൈസ്. ഈ ലോസ് ആൻഡോസിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ഗൈസ് മേസ് ബാങ്ക്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകാം. പ്ലെയിനൊക്കെ പോകണം. നമുക്കെന്തായാലും നമ്മുടെ കാറിൽ പോകാൻ കേട്ടോ ഗൈസ്. ഏത് കാറാണ് ലെസ്റ്റർ വിളിച്ചപ്പോൾ ഫെറാറി ആണ് കേട്ടോ ഗൈസ് ലെസ്റ്റർ പറഞ്ഞ്. ഫെറാറി ഉണ്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് പക്ഷേ ലെസ്റ്ററും വിശ്വാസമാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് മേസ് ബാങ്ക്. പക്ഷെ വലിപ്പം കാണുന്നില്ല കേട്ടോ ഗൈസ്. ലെസ്റ്ററിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീട് ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല കാറ് കിട്ടാനാണ് ചാൻസ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ മേലേക്ക് കയറാനാണ് ടാസ്ക് കിട്ടുക. നമുക്കൊരു കാര്യം അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതങ്ങ് വരുത്താട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓഹ്, മേസ് ബാങ്കിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഗൈസ്? ഇവിടെ നോക്കിയാലും കാണില്ല കേട്ടോ. ഒടുക്കത്തെ ഹൈറ്റാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്താട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ജ്വല്ലറി വേസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നതാണല്ലോ. നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലേക്ക് എങ്ങനെയും കയറാൻ നോക്കാട്ടോ. ഇതിൻ്റെ മേലുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ മേലുണ്ടോ നോക്കട്ടെ. കയറി എത്തുമ്പോൾ നാളെയാവും ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു കേട്ടോ. ഹെലികോപ്റ്റർ പൊട്ടി തെറിച്ചിട്ട്. ഓ ഗൈസ്, അവിടെ എന്തോ കാറ് കിടക്കുന്നുണ്ട്. ക്ലിയർ ആവണില്ല കേട്ടോ. നമ്മുടെ മറ്റേ ഹെലികോപ്റ്റർ എന്തായാലും താഴെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. എന്താ ഗൈസ്, എനിക്ക് ക്ലിയർ ആവണില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എങ്ങനെയും ലാൻഡ് ചെയ്യാൻ പറ്റുമോ? പൊട്ടി തെറിക്കല്ലേ. ഒരെണ്ണം പൊട്ടി തെറിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ ഗൈസ്. ഓഹ്, എനിക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം അത്ര പൊടുത്തില്ല. ഇടിക്കല്ലേ. പൊട്ടിത്തെറിച്ചു. പക്ഷേ ഇതാ ഒരു ഹെലികോപ്റ്ററിനും ആ പൈലറ്റിൻ്റെ അടുത്ത് എങ്ങനെ ലാൻഡ് ചെയ്യുമെന്ന് ചോദിക്കട്ടെ ഗൈസ്. എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ ഗൈസ്. ഇതാ എൻ്റെ അമ്മോ ഗൈസ്, ലുക്കു എൻ്റെ അമ്മോ ഗൈസ്, കിഡിലും കറക്റ്റ് ഗൈസ്. ആ ടയറിൻ്റെ പാട് ഇപ്പോൾ കൊണ്ട് വെച്ചാന്ന് തോന്നുന്നു. ഇപ്പോൾ ലെസ്റ്റർ വിളിച്ചത് ഇപ്പോൾ ലെസ്റ്റർ ഇപ്പോൾ വെച്ചാന്ന് തോന്നുന്നു കേട്ടോ ആൾക്കാർ. എൻ്റെ അമ്മ നല്ല കുറച്ച് സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഉൾഭാഗമൊക്കെ ഇതാ ഫെറാറിയുടെ സിമ്പിളൊക്കെ ഉണ്ട്. ഇതാ ലാ ഫെറാറി. എൻ്റെ അമ്മ ഗൈസ്, കിഡിലും കറിട്ട് ഗൈസ്. അതിൻ്റെ കളറൊക്കെ ഒക്കെ കണ്ണാടി കണ്ട ഗൈസ്. കണ്ണാടി പുറത്തേക്ക് തള്ളിയിട്ടൊക്കെ വെക്കുന്നു. ഹെലികോപ്റ്റർ ഇവിടെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് ഈ കാറിന് ആദ്യം താഴേക്ക് ഇറക്കട്ടെ ആദ്യം. ഓക്കെ, നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഗൈസ് നമ്മുടെ കാറ് കിഡിലെ കാർ ഗൈസ്. പെയിൻ്റൊക്കെ ഉണ്ട് ഗൈസ്. ഓ, നല്ല സ്പീഡ് 170-160 വണ്ടി പോണേ. കിഡിലെ കാറ്. ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ പുറകിലത്തതാ മുന്നിൽ ലൈറ്റൊക്കെ വരൽ ലൈറ്റ്. ഇതാണ് മാക്സിമം ലൈറ്റ് എന്ന് തോന്നുന്നു. ബ്രൈറ്റ്നെസ് കുറവാട്ട് ലൈറ്റിൻ്റെ. മറ്റേത് ഇൻഡിക്കേറ്റർ. ഓഹ്, പുറകിൽ ലൈറ്റൊക്കെ ഉണ്ട്. കിഡിലെ സാധനം ഗൈസ്.
കണ്ട എല്ലാവരും നമ്മുടെ കാറൊക്കെ നോക്കിക്കണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടുന്ന് പട്ടി ചൊറക്കട്ടോ. എല്ലാവരും എൻ്റെ കാറ് കണ്ട, കാറ് നോക്ക്, എല്ലാവരും കാറ് നോക്ക്. കാറുകാരന്മാരൊക്കെ ചേച്ചി കാറൊക്കെ ഉണ്ട്, കാറുണ്ടോ ചേച്ചി? എന്താ പോക്ക്? ഓ ഗൈസ്, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ചേച്ചി ഒന്ന് അടുത്തേക്ക് ഒന്ന് തൊട്ട് നോക്കണ്. ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്ത് വിട്ടത്. നമ്മുടെ കാറ് റയർ കാറാണ്. ഇവിടെ ഒന്നും കണ്ടുവരാത്ത വെറൈറ്റി സാധനം. എൻ്റെ സിമ്പിൾ നോക്ക്. കത്തിച്ചു വിടാട്ടോ കാറ്. ഇതിലെന്തോ എല്ലാ കാറിനെ പോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ആ സൂപ്പർ കാറിനകത്ത് മോഡൊക്കെ ഓരോ സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, അങ്ങനത്തെ ഒരു മോഡ് അതുപോലെ ഈ കാറിലും ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ട ആ അകംഭാഗം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കഴിഞ്ഞ കാറ് കൊണ്ടുപോയ പോലെ ഈ കാറ് നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാം ഗൈസ്. അല്ലെങ്കിൽ ഇവിടുന്ന് സ്പോർട്സ് മോഡ് ഉപയോഗിക്കാം. സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമുക്ക് ഈ റോട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ ഓടിച്ച റിസ്ക് ആണ് കേട്ടോ. തിരിക്കണം ഇത് ഉണ്ട് ഗൈസ്. അന്നേ തിരിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നോർമലൊക്കെ നല്ല അത്യാവശ്യം സ്പീഡ് ഉണ്ട്. ഓക്കെ, ഇഷ്ടമുണ്ട്. നമ്മൾ എയർപോർട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ എയർപോർട്ടിലേക്ക്. വൈകുന്നേരം ആയിട്ടുണ്ട്. വണ്ടി തിളങ്ങണുണ്ടോ ഗൈസ്? ഇവിടുത്തെ വെറൈറ്റി വണ്ടിയാണല്ലോ. എയർപോർട്ടിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, പോലീസ് ഉണ്ടാവും. പോലീസുകാരൊക്കെ ഉണ്ട് ഗൈസ്, അവരൊക്കെ നമുക്ക് അടിച്ചിടാം. ഓക്കെ, തീയൊക്കെ വേണുണ്ടോ ഗൈസ് പുറകുന്ന്? ഇവിടെ മറ്റേ ചാടിക്കളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ സ്പേസ് കുറവാണ്. ഇവിടെ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് ടാസ്ക്. നമുക്ക് ആ വഴി ചാടാം, അതാണ് ഈസി. ഇവിടെ ഇപ്പം എങ്ങനെയാണ് കയറാം താഴേക്ക്? ഈ വഴിയാണ് കയറാൻ തോന്നുന്നു. അതായത് പോലീസുകാരൊക്കെ ഉണ്ട്. ചേട്ടാ മാമ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? വീട്ടിലും കാറൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര റിച്ച് മാനാണ്, തുറന്നു തരുമോ? ഗേറ്റ് തുറക്ക്. ഭാഗ്യം ഗൈസ്, തുറന്നു. നമ്മൾ ഇടിച്ച് പൊളിച്ചപ്പോൾ പോലീസ് വന്നിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് ചെല്ലാട്ടോ ഗൈസ്. വണ്ടി പോകണുണ്ട് ഗൈസ്. കത്തിച്ച് വിട്ടുകൊണ്ട് കേട്ടോ. 150, 160, 170, 190 അതുവരെയൊക്കെ പോകട്ടോ ഗൈസ്. നമ്മുടെ കാറുണ്ട് ഗൈസ്. പിന്നെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ കാറ് വെള്ളത്തിൽ പോയപ്പോൾ ഇത് പോകാൻ പാടില്ല. സ്പീഡൊക്കെ ഗൈസ് 180, 180, 190 കണ്ടേസ് 200ഒക്കെ ഉണ്ട്. 200-ലൊക്കെ കണ്ടേസ് വണ്ടി പോകണേ. ഇനി നമ്മൾ ഓടിച്ചു പോയാൽ നമ്മൾ അപ്പുറത്തെ കൺട്രിയിലെത്തും. ഓക്കെ, നമുക്ക് സ്പീഡ് ബമ്പറൊക്കെ തീയത്തുണ്ട്. നല്ല ലുക്ക്. ബൈ ദ വേ ഗൈസ്, ഈ ഹെലികോപ്റ്ററും എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ വണ്ടി നേരെ ടേസ്റ്റ് വെടി വയ്ക്കുന്നു. ഇങ്ങനെ വെടിച്ച് നമ്മുടെ വണ്ടി മിക്കവാറും കത്തും. എൻ്റെ വാട്ട് ഗൈസ്, പോലീസ് കാറ് നമ്മുടെ കാറിൻ്റെ അത്ര സ്പീഡാണ്. നമ്മുടെ കാറ് സംതിങ് 100 സംതിങ്ങിലൊക്കെ പോയപ്പോൾ പോലീസ് നമ്മൾ ഇടിച്ചിട്ടു. താങ്ക് യു ഫോർ ദി പുഷ്. ഓക്കെ, നമ്മുടെ കാർ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഓടിക്കാൻ പോവാണ്. 3, 2, 1. വാട്ട് ഗൈസ്, നമ്മുടെ കഴിഞ്ഞ സ്പോർട്സ് കാറിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 300 സംതിങ് ആണെന്ന് തോന്നുന്നു. 400 ആണെന്ന് തോന്നുന്നു ഗൈസ്. ഈ കാറൊക്കെ ഗൈസ് 530 ഗൈസ്. പോണോ നിങ്ങളുടെ സൈഡിൽ നോക്കിയാൽ കാണാം. 530 സംതിങ്ങിനാണ് ഗൈസ് നമ്മുടെ കാറ് പോണേ. ഒറ്റയടിക്ക് നമ്മൾ എയർപോർട്ട് അടക്കം ഫിനിഷ് ചെയ്തു. സ്പീഡൊക്കെ ഗൈസ് 500-ലൊക്കെ വണ്ടി പോണു. നമുക്ക് ചുറ്റുള്ള കാണാൻ ചേട്ടാ ഗൈസ്. പോലീസൊക്കെ കണ്ണടക്കണ നേരം കൊണ്ട് നമ്മളിതൊക്കെ തീർന്നു. ബ്രേക്ക് കുറവാട്ടെ. സ്പീഡ് കൂടുതലുള്ള വണ്ടിക്കൊക്കെ ബ്രേക്ക് കുറവാണ്. ഓക്കെ ഗൈസ്, വൈകുന്നേരം ആയിട്ട് കേട്ടോ.
സ്പീഡൊക്കെ ഗൈസ്, പക്കാ സ്പീഡ്. നമ്മൾ തൊട്ടപ്പളിക്കും പോട്ടുക. എല്ലാ സ്പോർട്സ് കാറിലും ഉള്ളതെന്ന് തോന്നുന്നു ഈ സ്പോർട്സ് മോഡ്. അതിന് ഇല്ലാണ്ടിരിക്കും, സ്പോർട്സ് കാറല്ലേ. ഓ സ്പീഡ് നോക്ക്, 400, 500, 536 ടോപ്പ് സ്പീഡ്. ഈ വണ്ടിക്ക് മകാനെ, ഞാൻ ഒന്നാമത്തെ ചാടിപ്പോന്ന് മറ്റേ ഇവിടെ ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. 536 ടോപ്പ് സ്പീഡ്. ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ അവരും മെല്ലെ വരുള്ളൂ. വണ്ടിക്ക് വൈസ് നമ്മളിവിടെ എത്താനെക്കാട്ടും 1 മിനിറ്റ് മുന്നേ ബ്രേക്ക് പിടിച്ചാലാണ് ടൈസ് നിൽക്കുള്ളൂ. ഓ സ്പീഡുണ്ട് വൈസ്, കത്തിച്ചൂടാ. മറ്റേ പ്ലെയിനൊക്കെ പോയില്ല, അതേ സ്പീഡാണ് ടൈസ്. മാപ്പിലൊക്കെ കാണാൻ പറ്റും, നമുക്ക് മാപ്പിലൊക്കെ കാണാൻ എത്ര പോണേന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ട ഗൈസ്, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 200 കാട്ടണത്. പക്ഷെ നമ്മൾ ഓടിക്കുന്ന നല്ല സ്പീഡിന് 500 പോണേ. എനിക്ക് തോന്നുന്നു ഇത് നോർമൽ സ്പീഡാണ് കാട്ടണത് തോന്നുന്നത്. സ്പോർട്സ് മോഡിൻ്റെ സ്പീഡ് കാട്ടണില്ല, ഇതിൻ്റെ അകത്ത് കാട്ടണില്ല കേട്ടോ. അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഹാൻഡിലൊക്കെ ഉണ്ട്. സാധാരണ സ്റ്റിയറിംഗ് ഒക്കെ വട്ടത്തില്, ഇതൊരു റെക്റ്റാങ്കിള് ആ ഷേപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. ഓ സ്പീഡുണ്ട്. രാത്രി ആയിട്ടാ പോലീസുകാരൊക്കെ വിളിച്ചിരിക്കും അവിടെ. പോലീസേ നിങ്ങളെ കണ്ടതാണ്. പോലീസുകാരൊക്കെ നമുക്ക് പുല്ലാണ് ഗൈസ്. ഓ തിരി അമ്മോ ഗൈസ്, ഇതിൻ്റെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഗൈസ്. കുറച്ച് ഡിസ്റ്റൻസ് പിന്നെ പിടിക്കണം. സ്പീഡ് നോക്കുക ഗൈസ്, കണ്ണ് തള്ളിയിട്ടാ സ്പീഡ് കണ്ടിട്ട്. 500 വണ്ടി പോവാന്ന് കണ്ട ഇതൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ്. ഓ നിക്ക് ഓ ഗൈസ്. ഓ പോലീസുകാരൊക്കെ അവിടെ, പോലീസുകാരൊക്കെ അടിച്ചിടണം ഗൈസ്. പോലീസുകാർക്ക് നമ്മളെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അവിടെ പോലീസ്, അവിടെ വാടാ പോലീസ്, വാടാ. ഓ പോലീസുകാർ നമ്മുടെ തെറിച്ച് പോയിട്ട് ഗൈസ്. പോലീസുകാർ പൊളിഞ്ഞുണ്ട്. ഓ നമ്മുടെ കാറിൻ്റെ പവർ ഉണ്ട് ഗൈസ്. ഇത് തന്നെ റീക്കവറി വരും കേട്ടോ പാർട്സൊക്കെ. അങ്ങനെ ഒരു ഗുണമുണ്ട് ചില സ്പോർട്സ് കാറിലൊക്കെ. നല്ല ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കാറൊക്കെ. പോലീസ് കാർ തെറിച്ച് പോയിട്ട് ഗൈസ്. നമ്മുടെ കാറും തെറിച്ചു, അത് വേറെ കാര്യം കേട്ടോ. ഓ സ്പീഡ് ഉണ്ട്. ഓക്കെ തന്നെ നമ്മുടെ കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഇന്നത്തോടെ ഇത്രയ്ക്കുള്ള. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ.